11/11/2020 ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കൂടി വന്നിട്ട് ഇന്ന് 4 വർഷമാവുകയാണ് കേട്ടോ. 4 വർഷമായില്ലെങ്കിൽ അവന് 4 വയസ്സായെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എത്ര പെട്ടെന്നാണല്ലേ സമയമൊക്കെ പോകുന്നത്. ഞാൻ ക്യാരിങ് ആണെന്നറിയുന്ന ആ ഒരു സമയം മുതൽ ഞങ്ങൾ 3 പേരും തനിയെ ഉള്ളൊരു ജേണിയായിരുന്നു. ഇത്ര ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിൽ പോലും ആസ് എ മാമ ഡാഡ് വി ആർ വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. അപ്പം ആ ഒരു ബർത്ത്ഡേ ഡേ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. വലിയ ഒരുപാട് പരിപാടികളൊന്നും ഇല്ലെങ്കിലും കുട്ടി കുട്ടി എന്തൊക്കെയാണ് ആ ദിവസം നടന്നതെന്നുള്ളതാണ് ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഈ ബർത്ത്ഡേ വ്ളോഗ് നമുക്ക് കാണാം. ലെറ്റ്സ് വെൽക്കം ടു മൈ ചാനൽ. വെളുപ്പിനെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി കേട്ടോ. എനിക്ക് ഈ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പം അമ്പലത്തിൽ പോയില്ലെങ്കിൽ ആ ഒരു ദിവസം എന്തോ കംപ്ലീറ്റ് ആവാത്തൊരു ഫീൽ എനിക്ക് തോന്നും കേട്ടോ. എന്തോ ആ ഒരു ദിവസം അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പം ഒരു സന്തോഷം, സമാധാനം, എന്തോ ഒരു പ്രത്യേക എനർജി കിട്ടുന്ന പോലെ എന്തോ ആ ഒരു ഫീലൊക്കെ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം അമ്പലത്തിൽ പോയാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു, പ്രാർത്ഥിച്ചു. നമ്മുടെ നാട് പോലൊക്കെ തന്നെ കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു ഫീല് നമുക്ക് കിട്ടും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ ആൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. ആൾക്കറിയാം എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ കേട്ടോ. ഇപ്പം ചൂടൊക്കെ മാറി തണുപ്പ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് രാവിലെ. അപ്പോൾ രാവിലെയൊക്കെ ഒരു ഡ്രൈവിന് പോകാനും ഇങ്ങനെ അമ്പലത്തിൽ പോകാനും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ട്, ജോലിക്ക് പോകണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പതിയെ വീട്ടിൽ വന്നു. ആൾ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കണം കേട്ടോ. ആൾ തന്നെ സെലക്ട് ചെയ്താണ്, ആൾക്കറിയാം ഇന്നതാണ്. എങ്കിലും ആൾക്കത് റാപ്പൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു സർപ്രൈസാണ്. അപ്പം ആൾക്ക് കുഞ്ഞു കുഞ്ഞു വണ്ടികളാണ് ഇഷ്ടം. വലിയ വണ്ടികളെക്കാളും കയ്യിലൊതുങ്ങുന്ന കുഞ്ഞു കുഞ്ഞു വണ്ടികളാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. നമുക്കതാണല്ലോ വേണ്ടതല്ലേ. അപ്പം എന്തായാലും ഈ ഗിഫ്റ്റൊക്കെ എവിടെ നിന്നാണ് മേടിച്ചതെന്നും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നത് ഇപ്പോൾ ബഹ്റിനിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും തന്നെ അറിയാം, ഒരുപാട് ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം മാസം ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് തുറക്കുന്ന പോലെയാണ് ഇഷ്ടം പോലെ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് നമുക്കിപ്പം ബഹ്റിനിലുണ്ട്. അപ്പം 2.2 ആണ് അതിൻ്റെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് സാധനങ്ങളാണെങ്കിലും ആ ഒരു റേറ്റേ ഉള്ളൂ. എല്ലാ കാറ്റഗറീസിലുള്ള സാധനങ്ങളുണ്ട്. ഈവൻ ഫുഡ് ഐറ്റംസ് ഉണ്ടാവാം, തുണികളുണ്ടാവാം, പാത്രങ്ങളുണ്ടാവാം, എന്ത് സാധനം ആയിക്കോട്ടെ എല്ലാ സാധനവും നമുക്ക് കിട്ടും. അത് മാക്സിമം അതിൻ്റെ 2.2 ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് വന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമാണ് കേട്ടോ. ചെറിയ ചീപ്പ് റേറ്റിൽ നമുക്ക് ടോയ്സ് ഒക്കെ കിട്ടാനും എന്ത് സാധനം കിട്ടാനും. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മറ്റുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ, നോർമൽ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. നമുക്ക് ഏത് കാറ്റഗറീസിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ കിച്ചൺ ഐറ്റംസ് ആയാലും, തുണികളായാലും, ഫുഡ് ഐറ്റംസ് ആയാലും, എന്താണെങ്കിലും ഫുഡ് ഐറ്റംസ് പിന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. എങ്കിലും ബാക്കിയുള്ള സാധനങ്ങൾക്കെല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ ചീപ്പ് റേറ്റിൽ കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ് ഇപ്പോൾ ബഹ്റിനിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ടോയ്സ് എടുക്കുന്നത്. മുഹറക്കിലെ അൽ യബലാഷ് എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് സെൻറ്റർ ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആളെയും കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. ആൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ. ബർത്ത്ഡേ ഇടുന്ന നമ്മൾ റാപ്പ് ചെയ്ത് അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. അവൻ അങ്ങനെ കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. എന്താണ് സാധനം എന്ന് അവൻ അറിയാമെങ്കിൽ പോലും അവനെ ഒന്ന് സർപ്രൈസ് ചെയ്ത് അവൻ്റെ കണ്ണൊക്കെ അടച്ചിരുത്തി കൊടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് സെൻറ്ററിലെത്തി. അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇതാണ് അൽ യബലാഷ് എന്ന് പറയുന്ന മുഹറക്കിലെ ഡിസ്കൗണ്ട് സെൻറ്റർ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം.
വീഡിയോയിൽ കണ്ട പോലെ തന്നെ എല്ലാ കാറ്റഗറീസിലും വലിയൊരു ശേഖരം തന്നെയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങി. ബർത്ത്ഡേ ബോയ് ഇന്ന് തന്നെ ആ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കണം എന്നുള്ള ഒരു പ്ലാനിലൊക്കെയാണ്. എങ്കിലും ഞങ്ങൾ ലാസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് പൊട്ടിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് മാക്സിമം ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരു വേറൊരു ഡിസ്കൗണ്ട് സെൻറ്ററിൽ പോയതാണ് കേട്ടോ. സൽമാനയിലുള്ള ഇതും സെയിം റേറ്റ് തന്നെയാണ്, 100 ഫിൽസ് 2.2 BD. അപ്പം അവിടെ ചെന്ന് നമ്മൾ കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ എടുത്തു. ജസ്റ്റ് ബലൂണേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വലിയൊരു പരിപാടികളായിട്ടൊന്നും നടത്തുന്നില്ല. അപ്പോൾ ബലൂൺസ് ഒക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പോയി. അങ്ങനെ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഒക്കെ അവിടെ കണ്ടു. ഇനിയിപ്പം ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൽമാനയുള്ള വാട്ടർ ഗാർഡൻ സിറ്റിയിൽ പോയിട്ട് നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് എൻട്രി ഫീ ഉള്ളതുകൊണ്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ, കുറച്ച് വൈബൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഈ ഫോട്ടോസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ കൊച്ചിലത്തെ ഫോട്ടോസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ 1-2 ഫോട്ടോസൊക്കെ കാണാനുള്ളൂ. അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. ആ ഒരു ടൈമിൽ ഇത്രയും ടെക്നോളജീസും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് മാക്സിമം നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്മളെപ്പോലെ തന്നെ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവില്ല. അവർ വലുതാകുമ്പോൾ അവർക്ക് ഈ ഒരു ആഗ്രഹം വരാം, അവരുടെ കൊച്ചിലത്തെ ഫോട്ടോസൊക്കെ കാണാൻ. അപ്പോൾ നമ്മളത് മാക്സിമം എടുത്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്കുള്ള ഒരു വലുതാകുമ്പോൾ നമുക്കും അവരുടെ കുഞ്ഞിലത്തെ ആ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു.
എല്ലാവർക്കും ഈ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.